ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ. അല്ലല്ല, അങ്ങനെ പറയരുത്. ഇല്ലാത്ത വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങയോടെ പറഞ്ഞ ബാക്കി ആരോടും അല്ല. അവളുടെ ഒരു പഞ്ചാര വാക്ക്. നിപയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന ആളാണ്. നോക്കിയപ്പോൾ തൻ്റെ ഓഫീസിലെ കൈക്കൂലി വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ മുന്നിലിരിക്കുന്നു. കപ്പിത്താൻ മുതൽ ഇങ്ങോട്ട് പിന്നെ നട്ടലുള്ള മാധ്യമപ്രവർത്തകരെ കാണുന്നത് തന്നെ ഇവർക്കൊക്കെ അലർജി ആണല്ലോ. എന്റെ കർത്താവെ, എന്ത് ഈ ചെറുക്കനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞിണ്ടാക്കിയത്. എടി, നീ എന്താ വിചാരിച്ചേ? അങ്ങ് തുടങ്ങിയില്ലേ കലപില തറ പറന്ന്. ചങ്കൂറ്റമുള്ള മാധ്യമപ്രവർത്തകന്റെ വായിലാണ് ചെന്ന് പെട്ടതെന്ന് മന്ത്രിക്ക് ഇപ്പം ബോധ്യമാകും. എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത വല്ല കാര്യമുണ്ടോ വീണേച്ചി? മാപ്രയെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കളിയാക്കി വിളിക്കുന്ന ഈ മാധ്യമപ്രവർത്തകരെ ഈ വെയിലും മഴയൊക്കെ നോക്കാതെ മൈക്കും ക്യാമറയും തൂക്കി നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും പല കള്ളങ്ങളും പുറത്തു വന്നത്. ആ റിപ്പോർട്ട് ചോദിച്ചതിനുള്ള മറുപടി പേപ്പറിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. അതേ, ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതലുണ്ടല്ലോ, എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. ആരോഗ്യവകുപ്പിന്റെ ഓഫീസിൽ നിങ്ങളുടെ PA കൈക്കൂലി കൈപ്പറ്റിയെന്ന് പരാതി എവിടെ നിന്ന് വന്നതാ? അതാദ്യം പറ. അതോ അതും റിപ്പോർട്ടർ ചമച്ചതാണോ? ഒരു ജില്ല നശിച്ച ഒരു കെടുതിയെ പേടിച്ച് വിറങ്ങലിക്കുമ്പോ പക വീട്ടാനാ ഇവിടെ നേതാക്കൾ ഒരുമ്പിടുന്നത്. ആരാടാ പറഞ്ഞെന്നുള്ളതിനൊന്നും പ്രസക്തി ഇല്ല മന്ത്രി. നിപ്പയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാനാ കളക്ടറേയും വിളിച്ച് വന്നതെങ്കിൽ അത് പറഞ്ഞിട്ട് തടി തപ്പണമായിരുന്നു. ഇതിപ്പോ നിങ്ങളായിട്ട് തുടങ്ങിയ സ്ഥിതിക്ക് എല്ലാവരുടെയും വകയങ്ങ് കൈപ്പറ്റിക്കോ. അല്പന അധികാരം കിട്ടിയ നാട്ടുകാരുടെ ഉച്ചി കയറി കുച്ചിപ്പുടി കളിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെവിടെ നിക്കട്ടെന്ന് മറുപടി പറ. പരാതിക്കാരന്റെ വാക്കുകളാണല്ലോ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത്. പരാതി എവിടുന്ന് വന്നേ? പരാതിയല്ലേ? മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടിരുന്ന മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? ചോദിച്ചു വാങ്ങിച്ചതല്ലേ. എന്നും വെക്കുന്ന ആ മാസ്കെങ്കിലും ഒന്ന് മുഖത്തുണ്ടായിരുന്നെങ്കിൽ ആ വിളർച്ച കുറച്ചെങ്കിലും പുറത്ത് കാണാതെ പോയനെ. ഇനി പറയാൻ എന്തോ കാര്യം ഇരിക്കുന്നു? നാഴിക്ക് 40 തൊട്ട് എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന ആരോഗ്യമന്ത്രിക്ക് മറുപടി ഇല്ലെങ്കിലേ സാധാരണ എന്താ ചെയ്യുന്നേ? ആ തുള്ളാൻ തുടങ്ങിക്കോ. അതാണല്ലോ കപ്പിത്താന്റെ പതിവ്. കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതോണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ്. ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത്, ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല. കണ്ട, നമ്മുടെ ഊഹത്തിന് എന്തെങ്കിലും അപാകതയുണ്ടോ? എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഔദാര്യ കസേരയുടെ ധാർഷ്ട്യം ഇവരറിയാതെ തന്നെ പുറത്തു വരും. നിപ്പ പ്രതിരോധം ഒന്നും ഇപ്പോൾ ആ മനസ്സിലേ ഇല്ല. വിമർശിച്ചവരെ ഒതുക്കാനുള്ള വ്യഗ്രത അതുമാത്രം. കാലം മാറി മന്ത്രി, ഇത്തിരി വേർക്കും. നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ? ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്, മറ്റൊരു മാധ്യമ പ്രവർത്തകരോടും അല്ല. അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല, എനിക്കറിയാലോ. എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്? ഇങ്ങോട്ട് ചൂണ്ടിയാ തിരിച്ചു ചൂണ്ടാനുള്ള വിരലിന് ഉറപ്പും ഇവിടെ കുറെ പേർക്കുണ്ട് മാഡം. രാജഭരണമാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാനേ ഇടയ്ക്കിടെ ഇങ്ങനെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് നല്ലതാ. ധൈര്യം കൊള്ളാന്നോ? അഴിമതി നടത്താം, കൈക്കൂലി വാങ്ങാം, ഭരിച്ചു മുടിക്കാം, ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇടി, നിന്നൊക്കെ മര്യാദ പഠിപ്പി. ഈ കുഞ്ഞാലമ്മ മതി 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 ഒന്ന് പോകല ചിലക്കാൻ. നീ പോടി വെറുതെ മറ്റേ തിന്നോണ്ടങ്ങനെ പോയി. ചോദിച്ച നമ്മുടെ ധൈര്യം അല്ലേ? കൊള്ളാം. കൈക്കൂലി വാങ്ങിച്ചോ? കുറ്റപത്ര സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചോ? മന്ത്രിയുടെ പോലീസല്ലേ? ഇനി ഇരുന്ന് വാങ്ങിച്ചു കൂട്ടാതെ എണീറ്റ് പോകുന്നതല്ലേ മന്ത്രി നല്ലത്. ഒരു കൊച്ചു നിപ്പ വന്ന് മരിച്ചു, ഇനി എന്താകും എന്നുള്ള ആശങ്കയിൽ ജനങ്ങൾ ഇരിക്കുമ്പോഴാണ് വെല്ലുവിളി അഹങ്കാര പ്രകടനം. നിങ്ങൾക്ക് മാത്രം ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? ഒരു ജില്ല വലിയ ഘട്ടത്തിൽ ഇവർക്കെന്ത് പ്രതിസന്ധി? ഇപ്പൊ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ശബ്ദം താഴ്ത്തി നിരാശ അഭിനയിച്ചിട്ട് അങ്ങോട്ട് മാറുമ്പോൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആക്രോശിക്കുകയാണ് മാസ്ക് ഒക്കെ ഊരിയിട്ട്. കപ്പലിൻ്റെ ഒരു തുമ്പും കൂടി ഇനി മുങ്ങാനുണ്ട്. തലക്കനം പെരുപ്പിച്ച് ആ ഒടുക്കം നേരത്തെ ആക്കിക്കോ. മുന്നും പിന്നും നോക്കാതെ ജോലി എന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്ന് അലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ? ആളങ്ങ് പകുതിയായിപ്പോയി. നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങഴി പാലും
രണ്ട് മുട്ടയും കഴിച്ചിട്ട് പൊയ്ക്കോ എന്നാ